നമസ്കാരം. ഇന്ത്യൻ സാമ്പത്തികവ്യവസ്ഥയുടെ ഒരു പ്രധാന എഞ്ചിനായി മാറാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു മേഖലയാണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. പക്ഷേ എന്തുകൊണ്ടോ അതങ്ങോട്ട് ക്ലിക്കായിട്ടില്ല. എന്തുകൊണ്ടാണ് അത് പിന്നോട്ടു പോയത്? ഈ ഒരു വിശകലനത്തിൽ നമുക്കിതിൻ്റെ വെല്ലുവിളികളും അതുപോലെ തന്നെ സാധ്യതകളും കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ മേഖല എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയതെന്ന് നോക്കും. പിന്നെ ഇതിൻ്റെ ലക്ഷ്യവും പ്രാധാന്യവും എന്താണെന്ന് മനസ്സിലാക്കും. ഭാവിയുടെ വളർച്ചാ ഘടകങ്ങൾ, ചരിത്രപരമായ തടസ്സങ്ങൾ, പിന്നെ തീർച്ചയായും പുതിയ നയങ്ങളും അവസരങ്ങളും. നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. ഇത്രയധികം സാധ്യതകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ മേഖല പ്രതീക്ഷിച്ചത്ര അങ്ങോട്ട് വളരാത്തത്? അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ആദ്യ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അതായത് FPI, വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത്രയധികം പിന്നിലായത്? നമുക്കതിൻ്റെ കാരണങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഇതിന് ഒരു കാരണം മാത്രമല്ലട്ടോ, പല ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഡെമോഗ്രാഫിക്സ്. ഇന്ത്യയിൽ ഇപ്പോഴും നഗരജനസംഖ്യ കുറവാണ്. ഏകദേശം 30% ഉള്ളൂ. ഉള്ളവർക്കാണെങ്കിൽ പോലും പഴയ ഗ്രാമീണ ഭക്ഷണശീലങ്ങൾ ഇപ്പോഴും മാറിയിട്ടുമില്ല. രണ്ടാമത്തെ കാര്യം കൺസ്യൂമർ അവയർനെസ് ആണ്. പ്രോസസ് ചെയ്ത ഭക്ഷണത്തിലെ കെമിക്കൽസിനെക്കുറിച്ചും മായം ചേർക്കലിനെക്കുറിച്ചുമൊക്കെയുള്ള പേടി പലർക്കുമുണ്ട്. പിന്നെ ഗ്ലോബൽ ട്രെൻഡ്സ്, അതായത് വാട്ട് കംസ് ഓൺ പ്ലാൻസ്, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ളൊരു താൽപ്പര്യം ലോകം മുഴുവൻ കൂടി വരുന്നുണ്ട്. അതുപോലെ യൂറോപ്പിൽ നിന്നൊക്കെ വന്ന് സ്ലോ ഫുഡ് മൂവ്മെൻറ്റും ഇതിനൊരു കാരണമാണ്. അപ്പോൾ ഇത്രയധികം വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊരു ചോദ്യം വരാം, അല്ലേ? എന്നാൽ ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ? ഇതിന്റെ പ്രധാന ലക്ഷ്യം ഭക്ഷണത്തെ കൂടുതൽ ദഹിക്കുന്നതും പോഷകസമൃദ്ധവുമാക്കുക എന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് അതിന്റെ ഷെൽഫ് ലൈഫ്, അതായത് കേടുകൂടാതെ ഇരിക്കുന്ന കാലം വർദ്ധിപ്പിക്കുക എന്നതും. സീസണലായി മാത്രം കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളുമൊക്കെ പാഴായി പോകുന്നത് കുറയ്ക്കാൻ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഫാമിൽ നിന്ന് നമ്മുടെ പ്ലേറ്റിലേക്കുള്ള ഒരു യാത്രയാണ്. പഴങ്ങളും പച്ചക്കറികളും വൃത്തിയാക്കി തരംതിരിച്ച് പാക്ക് ചെയ്യുന്നത് പോലുള്ള ബേസിക് കാര്യങ്ങൾ മുതൽ തുടങ്ങും. പിന്നെ അസംസ്കൃത വസ്തുക്കളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അവസാനം റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ പോലെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് വരെ ഈ പ്രോസസ്സ് എത്തുന്നു. ഒരു ശക്തമായ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഉണ്ടായാൽ അതൊരു ട്രിപ്പിൾ വിൻ സിറ്റുവേഷനാണ്. അതായത് 3 കൂട്ടർക്കും ഒരേപോലെ പ്രയോജനം ലഭിക്കും. ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നമ്മുടെ കർഷകർ. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടും. വിളവ് സ്ഥിരതയുള്ളതാകും. ഏറ്റവും പ്രധാനം, വിളവെടുത്ത സാധനങ്ങൾ പാഴായി പോകുന്നതും വിലയിടിവ് കാരണമുണ്ടാകുന്ന നഷ്ടവും വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഇതവർക്ക് വലിയൊരാശ്വാസമാണ്. രണ്ടാമത്തെ കൂട്ടർ നമ്മൾ, അതായത് ഉപഭോക്താക്കളാണ്. നമുക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് തരം ഭക്ഷണ സാധനങ്ങൾ കിട്ടും. വിലയിലൊരു സ്ഥിരതയുണ്ടാകും. സീസൺ അനുസരിച്ച് ഭയങ്കരമായി കൂടുകയും കുറയുകയുമില്ല. കൂടാതെ പുതിയതും ഇന്നോവേറ്റീവുമായ പല ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ വരും. മൂന്നാമതായി, രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ ഗുണമുണ്ട്. പുതിയ ബിസിനസ് അവസരങ്ങളുണ്ടാകും. ഒരുപാട് തൊഴിലവസരങ്ങൾ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ സൃഷ്ടിക്കപ്പെടും. ഇന്ത്യയ്ക്കൊരു പക്ഷേ ലോകത്തിലെ തന്നെ ഒരു പ്രധാന ഭക്ഷ്യവിതരണക്കാരായി മാറാനും സാധിക്കും. അപ്പോൾ കണ്ടില്ലേ, കർഷകർ, ഉപഭോക്താക്കൾ, സമ്പദ്വ്യവസ്ഥ. ഇതാണ് ആ ട്രിപ്പിൾ വിൻ. ശരി, അപ്പോൾ ഈ മേഖലയുടെ പ്രാധാന്യം നമുക്കിപ്പോൾ വ്യക്തമായി. ഇനി ഇതിന്റെ ഭാവിയെ അല്ലെങ്കിൽ വളർച്ചയെ നയിക്കാൻ പോകുന്ന ഘടകങ്ങൾ, അതായത് ഡ്രൈവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3 ഡ്രൈവിംഗ് ഫോഴ്സസാണ് ഇന്നത്തെ പോളിസിയെ നയിക്കുന്നത്. ഒന്ന്, ഡൊമസ്റ്റിക് ഡിമാൻഡ്. നഗരങ്ങളിലെ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് പ്രോസസ് ചെയ്ത ഭക്ഷണത്തിനുള്ള ആവശ്യവും കൂടും. 2, എക്സ്റ്റേണൽ ഡിമാൻഡ്. ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ടാക്കാൻ സാധിക്കും. മൂന്നാമത്തേത് ഒരു നാഷണൽ ഇമ്പറേറ്റീവാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭക്ഷണം പാഴായി പോകുന്നുണ്ട്. അത് കുറയ്ക്കുക എന്നത് ഒരു ദേശീയ ആവശ്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു ആഗോള സാധ്യത എത്ര വലുതാണെന്ന് കാണിക്കുന്നൊരു കണക്കാണിത്. ഗാറ്റ്, OECD എന്നിവർ ചേർന്ന് നടത്തിയ ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾ നടപ്പിലായതിനു ശേഷം ആഗോള വ്യാപാരത്തിലുണ്ടാകുന്ന വർധനവിൻ്റെ ഏകദേശം 19% പ്രോസസ്ഡ് ഫുഡ് മേഖലയിൽ നിന്നായിരിക്കുമെന്നാണ്. അപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ തുറക്കുന്നത് എത്ര വലിയ അവസരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. പക്ഷേ ഈ അവസരങ്ങൾ അങ്ങനെയങ്ങ് മുതലെടുക്കാൻ പറ്റില്ല. കാരണം ഈ മേഖലയെ കാലങ്ങളായി പിന്നോട്ട് വലിക്കുന്ന ചില ചരിത്രപരമായ തടസ്സങ്ങളുണ്ട്. നമുക്ക് അവയെ അതിജീവിക്കേണ്ടതുണ്ട്. എന്തൊക്കെയായിരുന്നു ആ പ്രശ്നങ്ങൾ? പ്രധാനമായും 4 എണ്ണമാണ്. 1, കാർഷിക മേഖലയിലെ പൊതുനിക്ഷേപം വളരെ കുറവായിരുന്നു. 2, ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് കോൾഡ് സ്റ്റോറേജ്,
ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. 3. കർഷകർക്കും സംസ്കരണ യൂണിറ്റുകൾക്കും ആവശ്യത്തിന് വായ്പ കിട്ടിയിരുന്നില്ല. 4. സപ്ലൈ ചെയിൻ പല കഷണങ്ങളായി വിഭജിക്കപ്പെട്ട ഒന്നായിരുന്നു. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഇതിനെ പിന്നോട്ട് വലിച്ചത്. ഓക്കെ, അപ്പോൾ ഈ തടസ്സങ്ങളെ മറികടക്കാൻ സർക്കാർ എന്തൊക്കെ നയങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എന്തൊക്കെ നിക്ഷേപ അവസരങ്ങളാണ് മുന്നിലുള്ളത് എന്ന് നോക്കാം. അതെ, ഇപ്പോഴത്തെ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ ഈ ചരിത്രപരമായ ദൗർബല്യങ്ങളെ ഭാവിയുടെ ഏറ്റവും വലിയ നിക്ഷേപ അവസരങ്ങളാക്കി മാറ്റുക എന്നതാണ്. ആ അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, കോൾഡ് സ്റ്റോറേജുകൾ, അഗ്രി ഫിനാൻസിംഗ്, മോഡേൺ റീറ്റെയിൽ, പിന്നെ കയറ്റുമതി. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനൊക്കെയുള്ള പരിഹാരമാണ് ഈ അവസരങ്ങൾ. ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻസിംഗ്, മാർക്കറ്റ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. നയപരമായി വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗിന്റെ കാര്യത്തിൽ മിക്ക ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളെയും ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബിയറും മദ്യവും പോലുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം മതി. അതുപോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ FDI മിക്കവാറും എല്ലാ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസിനും 100% ഓട്ടോമാറ്റിക് അപ്രൂവലാണ്. ഇത് തീർച്ചയായും ഈ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് മുന്നിലുള്ള വലിയ ചോദ്യം ഇതാണ്: ഇത്രയും വലിയ കാർഷിക അടിത്തറയും പുതിയ നയങ്ങളുമൊക്കെയുള്ള ഇന്ത്യയ്ക്ക് ഫുഡ് പ്രോസസ്സിംഗ് രംഗത്തെ തടസ്സങ്ങളെ ഒരു വലിയ സാമ്പത്തിക നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമോ? നമ്മുടെ കർഷകർക്കും ആഗോള വിപണിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നായി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയുമോ? നയങ്ങൾ മാത്രം മതിയോ, അതോ അത് ശരിയായി നടപ്പിലാക്കേണ്ടതുണ്ടോ? ഇതിനുള്ള ഉത്തരം വരും വർഷങ്ങളിൽ നമുക്ക് കാണാം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയെക്കുറിച്ചാണ്. അതെ, ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ അഥവാ ഭക്ഷ്യസംസ്കരണ മേഖല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ ഫുഡ് പ്രോസസ്സിംഗ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും അതിലുപരി നമ്മുടെ കർഷകരെയും ഒരുമിച്ച് സഹായിക്കുന്നത്? ശരിയല്ലേ? നമുക്കിതിന്റെ ഉത്തരമൊന്ന് കണ്ടെത്തി നോക്കാം. ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ആദ്യം ഈ സെക്ടറിന്റെ വളർച്ചയെപ്പറ്റി നോക്കാം. പിന്നെ ഇതിന്റെ എക്കണോമിക് ഇംപാക്റ്റ്, അതായത് കണക്കുകൾ വെച്ച് ഇതിന്റെ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് കാണാം. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതിയായ PMKSYയെക്കുറിച്ച് വിശദമായി സംസാരിക്കും. അതിന്റെ ഘടകങ്ങൾ, പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു സ്കീമുകൾ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഈ മേഖല എങ്ങനെയാണ് ഇത്രയും പ്രാധാന്യമുള്ള ഒന്നായി മാറിയതെന്ന് നോക്കാം. നിങ്ങൾക്കറിയാമോ, ഈ അടുത്ത കാലത്തായി ഗവൺമെന്റ് ഈ ഒരു ഇൻഡസ്ട്രിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇതൊരു സാധാരണ വ്യവസായമെന്ന നിലയിൽ നിന്ന് മാറി നമ്മുടെ എക്കണോമിയുടെ ഒരു പവർ ഹൗസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വെറുതെ പറയല്ല. ഇതിന്റെ സാമ്പത്തിക സ്വാധീനം എത്ര വലുതാണെന്ന് നമുക്ക് കുറച്ച് കണക്കുകളിലൂടെ നോക്കാം. അപ്പോഴേ അതിന്റെ യഥാർത്ഥ ചിത്രം കിട്ടൂ. ആദ്യം തന്നെ നമുക്ക് ഗ്രോത്ത് റേറ്റ് നോക്കാം. 2017-18 അവസാനിച്ച 6 വർഷം എടുത്തു നോക്കിയാൽ ഈ സെക്ടറിന്റെ ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഏകദേശം 5%. ഇത് വളരെ സ്റ്റഡിയായ നല്ലൊരു വളർച്ചയാണ് കാണിക്കുന്നത്. ഇനി ഈ സെക്ടറിന്റെ സംഭാവന നോക്കിയാലോ? GVA, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ്, അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നോക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു സെക്ടർ നമ്മുടെ എക്കണോമിയിലേക്ക് എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യുന്നു എന്നതിന്റെ കണക്കാണത്. അപ്പോൾ 2017-18 കണക്കനുസരിച്ച് മാനുഫാക്ചറിംഗ് GVAയുടെ 8.83%, അഗ്രികൾച്ചർ GVAയുടെ 10.66% ഈ ഒരൊറ്റ സെക്ടറിൽ നിന്നാണ് വരുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, അല്ലേ? ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: തൊഴിലവസരങ്ങൾ. രജിസ്റ്റേർഡ് സെക്ടറിൽ തന്നെ, അതായത് ഔദ്യോഗിക കണക്കുകളിൽ 18.54 ലക്ഷം ആളുകൾക്ക് തൊഴിലുണ്ട്. പക്ഷേ അതിലും വലുതാണ് അൺരജിസ്റ്റേർഡ് സെക്ടർ. അവിടെ 51 ലക്ഷത്തിലധികം ആളുകളാണ് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് എത്ര വലിയൊരു താങ്ങാണെന്നത് ഓർക്കണം. നമ്മുടെ കയറ്റുമതിയുടെ കണക്കെടുത്താലോ, 2018-19 ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ടിന്റെ 10.70%, അതായത് $35 ബില്യൺ വന്നത് പ്രോസസ്ഡ് ഫുഡ് കയറ്റുമതി ചെയ്തിട്ടാണ്. അതേസമയം ഇറക്കുമതി വെറും 3.76% മാത്രമാണ്. അതായത് നമ്മൾ കൂടുതൽ വിദേശ നാണ്യം നേടുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു സെക്ടറിനെ ഗവൺമെന്റ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാൻമന്ത്രി കിസാൻ സമ്പദ യോജന, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ PMKSY. നമുക്കതിനെക്കുറിച്ച് കൂടുതലായി അറിയാം. അപ്പോൾ എന്താണ് ഈ PMKSY? ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ്. ഇതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്: കർഷകന്റെ വയലിൽ നിന്ന് തുടങ്ങി ഉപഭോക്താവിന്റെ കയ്യിലെത്തുന്നതുവരെയുള്ള മുഴുവൻ സപ്ലൈ ചെയിനിലും ആധുനികമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, അതിന് സബ്സിഡി രൂപത്തിൽ സഹായം നൽകുക. ഈ പദ്ധതി കൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ? 1.
കാർഷിക വിളകൾ പാഴായി പോകുന്നത് കുറയ്ക്കാൻ സാധിക്കും. പ്രോസസ്സിംഗ് ലെവൽ കൂട്ടാം, കയറ്റുമതി വർദ്ധിപ്പിക്കാം. പിന്നെ നമുക്കെല്ലാവർക്കും നല്ല വൃത്തിയുള്ള പോഷകങ്ങളുള്ള ഭക്ഷണം കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. കണക്കുകൾ പ്രകാരം ഏകദേശം 20 ലക്ഷം കർഷകർക്ക് ഇതിന്റെ ഗുണം കിട്ടും. 5 ലക്ഷത്തിൽ കൂടുതൽ പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈയൊരു വലിയ പ്ലാൻ എങ്ങനെയാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്? PMKSYക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. നമുക്ക് അതിന്റെ നെടുംതൂണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ നോക്കൂ, ഇതൊരു ഒറ്റപ്പെട്ട പദ്ധതിയല്ല. മെഗാ ഫുഡ് പാർക്കുകൾ, കോൾഡ് ചെയിൻ സൗകര്യങ്ങൾ, പുതിയ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തുടങ്ങാനുള്ള സഹായം, അഗ്രോ പ്രോസസ്സിംഗ് ക്ലസ്റ്ററുകൾ, ബാക്ക്വേർഡ് ഫോർവേഡ് ലിങ്കേജുകൾ, പിന്നെ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അതായത് ഒരു കംപ്ലീറ്റ് പാക്കേജ്. ഇതിലെ ആദ്യത്തെ നെടുന്തൂണാണ് മെഗാ ഫുഡ് പാർക്കുകൾ. അതായത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വലിയ ഫുഡ് പ്രോസസ്സിംഗ് ഹബ്ബുകൾ. ഇത് തുടങ്ങാനായിട്ട് ഗവൺമെന്റ് 50 കോടി രൂപ വരെ ക്യാപിറ്റൽ ഗ്രാന്റ് നൽകുന്നുണ്ട്. ദുർഘടമായ പ്രദേശങ്ങളിലാണെങ്കിൽ ഇത് 75% വരെയാകും. ഇത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരും. രണ്ടാമത്തേത് കോൾഡ് ചെയിൻ. പച്ചക്കറികളും പഴങ്ങളും പോലുള്ളവ പെട്ടെന്ന് കേടായി പോകും, അല്ലേ? അതൊഴിവാക്കാൻ ഫാമിൽ നിന്ന് ഉപഭോക്താവിന്റെ അടുത്തെത്തുന്നതുവരെ തണുപ്പ് നിലനിർത്തുന്ന ഒരു ശൃംഖല വേണം. ഇതിനാണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ഈ സൗകര്യങ്ങൾ ഒരുക്കാൻ 10 കോടി രൂപ വരെയാണ് ഗവൺമെന്റ് സഹായം നൽകുന്നത്. PMKSY ഒരു കുടക്കീഴിലുള്ള വലിയ പദ്ധതിയാണെങ്കിലും അതിനു പുറമെ വേറെയും ഒരുപാട് സപ്പോർട്ട് സ്കീമുകളുണ്ട്. നമുക്കതിൽ ചില പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. ടെക്നോളജി അപ്ഗ്രഡേഷൻ സ്കീം ഇതിലൊരു ഉദാഹരണമാണ്. പുതിയ യൂണിറ്റുകൾ തുടങ്ങാനും പഴയവ നവീകരിക്കാനും സാമ്പത്തിക സഹായം കിട്ടും. സാധാരണ സ്ഥലങ്ങളിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 25%, അതായത് 50 ലക്ഷം രൂപ വരെ ഗ്രാന്റായി ലഭിക്കും. ഇനി ദുർഘടമായ പ്രദേശങ്ങളിലാണെങ്കിൽ ഇത് 33.33%, അതായത് 75 ലക്ഷം രൂപ വരെ കിട്ടും. ഇതാ പ്രദേശങ്ങളിലെ വികസനത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകാനാണ്. അപ്പോൾ വെറും ഇൻഫ്രാസ്ട്രക്ചർ മാത്രം പോരല്ലോ, പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം. ലോക മാർക്കറ്റിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കൊരു സ്ഥാനം കിട്ടണമെങ്കിൽ ഗുണനിലവാരവും ഭക്ഷ്യസുരക്ഷയും വളരെ പ്രധാനമാണ്. അതിനായി അന്താരാഷ്ട്ര തലത്തിലുള്ള കോഡെക്സ് സ്റ്റാൻഡേർഡ്സൊക്കെ പാലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്താനും ചിലവ് കുറഞ്ഞ രീതികൾ വികസിപ്പിക്കാനും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനും ഗവൺമെന്റ് ഊന്നൽ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയ്ക്കൊരു ഗ്ലോബൽ ഫുഡ് പ്രോസസ്സിംഗ് ലീഡറായി മാറാൻ കഴിയുമോ? ഈ നയങ്ങളെല്ലാം ശരിയായ ദിശയിലാണോ പോകുന്നത്? തീർച്ചയായും ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ത്യൻ കാർഷിക രംഗത്ത് വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? സർക്കാരുകൾ കർഷകരെ സഹായിക്കുന്ന രീതി തന്നെ മാറുന്നു. പരമ്പരാഗത രീതിയിലുള്ള സബ്സിഡികളിൽ നിന്നും മാറി കർഷകർക്ക് നേരിട്ട് പണം നൽകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഇതിനെയാണ് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാറ്റം? ഏതൊക്കെയാണ് ഇതിലെ പ്രധാന പദ്ധതികൾ? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ ചർച്ചയിൽ നമ്മൾ 5 പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നുപോവുക. ആദ്യം തന്നെ ഈ ഒരു പുതിയ രീതിയിലേക്ക് മാറാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. പിന്നെ ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായ PMKSYനെ പറ്റി വിശദമായി സംസാരിക്കും. അത് കഴിഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് അവരുടേതായ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് കാണാം. ശേഷം പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന വനിതാ കർഷകരുടെ പങ്കിനെക്കുറിച്ചും അവസാനം ഈ നയങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം പിന്തുണയുടെ ഒരു പുതിയ കാലഘട്ടം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർക്കാർ എങ്ങനെയാണ് പഴയ ലോൺ വേവർ, അതായത് വായ്പ എഴുതിത്തള്ളുന്ന രീതിയിൽ നിന്ന് മാറി ഡിറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്ന നേരിട്ടുള്ള പണം കൈമാറ്റത്തിലേക്ക് എത്തിയതെന്നാണ്. ഇവിടെയാണ് ശരിക്കുമുള്ള മാറ്റം വരുന്നത്. പണ്ടൊക്കെ കർഷകരുടെ കടം എഴുതിത്തള്ളുന്ന ലോൺ വേവേഴ്സായിരുന്നു പ്രധാന പോളിസി. പക്ഷെ അതിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് ബാങ്കിംഗ് സിസ്റ്റത്തില് ഒരു ക്രെഡിറ്റ് ഇൻഡിസിപ്ലിൻ ഉണ്ടാക്കുന്നു. അതായത് കടം തിരിച്ചടക്കേണ്ടതില്ല എന്നൊരു ചിന്ത വരാം. 2, യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള കർഷകരിലേക്ക് ഇത് പലപ്പോഴും എത്തുന്നില്ല. ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് സർക്കാർ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകുന്ന ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് എന്ന ഒരു പുതിയ വഴി തിരഞ്ഞെടുത്തത്. അപ്പോ ഈ പുതിയ രീതിയുടെ സാങ്കേതിക നാമമാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ DBT. ഇതിന്റെ ആശയം വളരെ ലളിതമാണ്. സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്നു. ഇത് കാര്യക്ഷമത കൂട്ടാനും അഴിമതിയും ലീക്കേജസും കുറയ്ക്കാനും ഒരുപാട് സഹായിക്കും. അതുകൊണ്ടുതന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെപ്പോലുള്ള സ്ഥാപനങ്ങൾ
ഈ മോഡലിനെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഈ DBT സംവിധാനം അങ്ങനെയങ്ങ് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. ഇത് വിജയകരമാകണമെങ്കിൽ 2 അടിസ്ഥാന കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് റിസർവ് ബാങ്ക് പറയുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ ഭൂരേഖകൾ, അതായത് ലാൻഡ് റെക്കോർഡ്സ് പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാക്കണം. രണ്ടാമതായി ഈ രേഖകൾ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ സഹായം കൃത്യമായി ശരിയായ ആൾക്ക് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കൂ. ശരി, ഇനി നമുക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് പദ്ധതിയിലേക്ക് വരാം. അതാണ് PM കിസാൻ. 2019 തുടങ്ങിയ ഈ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തിന്റെ നെടുംതൂൺ എന്ന് തന്നെ പറയാം. PM കിസാൻ ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പ്രത്യേകിച്ച് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക്. ഒരു സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞാൽ അതിന്റെ 100% സാമ്പത്തിക ബാധ്യതയും കേന്ദ്ര സർക്കാരിനായിരിക്കും. ഇത് സെൻട്രലി സ്പോൺസേഡ് സ്കീമിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും പണം പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ PM കിസാനിൽ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ഭാരവുമില്ല. അപ്പോ ഈ പദ്ധതി വഴി കർഷകന് കിട്ടുന്ന ആനുകൂല്യം എന്താണ്? വളരെ സിമ്പിളാണ്. അർഹതയുള്ള ഓരോ കർഷക കുടുംബത്തിനും ഒരു വർഷം 6000 രൂപയുടെ സാമ്പത്തിക സഹായം. ഈ 6000 രൂപ ഒറ്റയടിക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം ഒരു വർഷത്തിൽ 3 തുല്യ ഗഡുക്കളായിട്ടാണ് നൽകുന്നത്. അതായത് ഓരോ 4 മാസം കൂടുമ്പോഴും 2000 രൂപ വെച്ച് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. ഈ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട പരിണാമം അതിന്റെ യോഗ്യതയിലാണ് വന്നത്. ഇത് തുടങ്ങിയ സമയത്ത് 2 ഹെക്ടറിൽ താഴെ മാത്രം ഭൂമിയുള്ള ചെറുകിട നാമമാത്ര കർഷകർക്കു വേണ്ടി മാത്രമുള്ള ഒരു ടാർഗറ്റഡ് സ്കീമായിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു ഭൂമിയുടെ പരിധി അങ്ങ് എടുത്തു കളഞ്ഞു. അതോടെ സ്വന്തമായി കൃഷിഭൂമിയുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. ഇതിനെ കൂടുതൽ യൂണിവേഴ്സലാക്കി മാറ്റിയെന്ന് പറയാം. അപ്പോ എല്ലാ കർഷകർക്കും ഇത് കിട്ടുമോ? ഇല്ല. സാമ്പത്തികമായി മെച്ചപ്പെട്ടവരെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വ്യക്തമായ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ, അതായത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ, പിന്നെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ തുടങ്ങിയ പ്രൊഫഷണലുകൾ, മാസം 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവർക്കൊന്നും ഈ ആനുകൂല്യത്തിന് അർഹതയില്ല. കേന്ദ്രം PM കിസാൻ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്ന് കരുതരുത്. പല സംസ്ഥാനങ്ങളും അവരുടേതായ, ചിലപ്പോൾ ഇതിലും മികച്ച കാർഷിക സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അവ തമ്മിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സംസ്ഥാനങ്ങളുടെ ഈ പദ്ധതികളെ നമുക്ക് പ്രധാനമായും 2ആയിട്ട് തിരിക്കാം. തെലങ്കാനയുടെ റൈതു ബന്ധു, ഒഡീഷയുടെ കാലിയ പോലുള്ളവ ഇൻഡിപെൻഡന്റ് മോഡൽസാണ്. അതായത് അവ PM കിസാനുമായി ബന്ധമില്ലാതെ സ്വന്തമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ആന്ധ്രാപ്രദേശിന്റെ റൈതു ഭരോസ, ജാർഖണ്ഡിന്റെ MKAY എന്നിവ ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ടോപ്പ്-അപ്പ് മോഡലാണ്. ഇതിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാല് കേന്ദ്രം കൊടുക്കുന്ന 6000 രൂപയുടെ കൂടെ സംസ്ഥാനം അവരുടെ ഒരു വിഹിതം കൂടിച്ചേർത്ത ഒരു വലിയ തുക കർഷകന് നൽകുന്നു. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു നല്ല ഉദാഹരണമാണിത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് മുഴുവൻ പോളിസികളെയും സ്കീമുകളെയും കുറിച്ചാണ്. ഇനി നമുക്ക് ആളുകളിലേക്ക് വരാം. ഈ നയങ്ങൾ ആർക്കുവേണ്ടിയാണോ അവരിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്ന് പറയാവുന്ന, പക്ഷെ പലപ്പോഴും ആരും കാണാതെ പോകുന്ന സ്ത്രീ കർഷകരെക്കുറിച്ച് സംസാരിക്കാം. ഈ കണക്ക് കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഇന്ത്യയിലെ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരിൽ ഏകദേശം 80% സ്ത്രീകളാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഇന്ത്യൻ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ത്രീകൾ എത്ര നിർണായകമായ പങ്കാണ് വഹിക്കുന്നതെന്ന്. പക്ഷേ ചോദ്യമിതാണ്, അവരുടെ ഈ അധ്വാനത്തിന് വേണ്ട അംഗീകാരമോ അവകാശങ്ങളോ കിട്ടുന്നുണ്ടോ? എന്നാൽ അടുത്ത കണക്ക് കാണുമ്പോഴാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വ്യക്തമാകുന്നത്. ഇത്രയധികം അധ്വാനിക്കുന്ന സ്ത്രീകളിൽ സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമിയുള്ളത് വെറും 12.8% പേർക്ക് മാത്രം. ഇത് വെറുമൊരു കണക്കല്ല, അധ്വാനിക്കുന്നവരും ഉടമസ്ഥരും തമ്മിലുള്ള ഭീകരമായ ഒരു അന്തരം കൂടിയാണിത്. ഇതൊരു വലിയ ഘടനാപരമായ പ്രശ്നമാണ്. ഈ ഒരു സാമൂഹിക മാറ്റത്തിന് ഒരു പേരുണ്ട്: ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അഥവാ കൃഷിയുടെ സ്ത്രീവൽക്കരണം. ഗ്രാമങ്ങളിൽ നിന്ന് പുരുഷന്മാർ മെച്ചപ്പെട്ട തൊഴിലുകൾ തേടി നഗരങ്ങളിലേക്ക് പോകുമ്പോൾ കൃഷിയുടെ മുഴുവൻ ഭാരവും ഉത്തരവാദിത്വവും സ്വാഭാവികമായും സ്ത്രീകളുടെ ചുമലിലാവുന്നു. ഇത് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ സ്ത്രീകളെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ഇനി മുന്നോട്ടുള്ള വഴി എന്താണ്? ഒരു വശത്ത് ഈ പദ്ധതികളുടെ കാര്യക്ഷമത ഉറപ്പാക്കണം, മറുവശത്ത് സാമൂഹിക നീതിയും ഉറപ്പാക്കണം.
ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്ക് ചില പ്രധാന നിർദ്ദേശങ്ങൾ നോക്കാം. ഈ പ്രശ്നം പരിഹരിക്കാനായി സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, കാർഷിക പദ്ധതികളിലെ ഫണ്ടിന്റെ 30% സ്ത്രീകൾക്കായി മാറ്റിവെക്കണമെന്ന നിർദ്ദേശം. അതോടൊപ്പം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അഥവാ സ്വയം സഹായ സംഘങ്ങളിലൂടെ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക. പിന്നെ ഒക്ടോബർ 15 ദേശീയ വനിതാ കർഷക ദിനമായി ആചരിക്കുന്നതിലൂടെ അവരുടെ സംഭാവനകളെ അംഗീകരിക്കുക. ഇതെല്ലാം ശരിയായ ദിശയിലുള്ള ചുവടുവെപ്പുകളാണ്. അപ്പോ ഇതിന്റെ എല്ലാം കാതലായ ആശയം ഇതാണ്: സ്ത്രീകളുടെ ഈ അദൃശ്യമായ പങ്കിനെ നമ്മൾ ആദ്യം അംഗീകരിക്കണം. അവർക്ക് ഭൂമിയിലും വായ്പ നേടുന്നതിലും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലും പുരുഷന്മാരെ പോലെ തുല്യമായ അവസരം നൽകുന്നൊരു ജെൻഡർ സ്പെസിഫിക് പോളിസി നമുക്ക് കൂടിയേ തീരൂ. ഇത് വെറും സ്ത്രീ ശാക്തീകരണത്തിന്റെ മാത്രം വിഷയമല്ല, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കാർഷിക ഉൽപ്പാദനം കൂട്ടാനും ഇത് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തേക്ക് വരുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാണ്. ഇന്ത്യയുടെ DBT സംവിധാനം സാങ്കേതികമായി കൂടുതൽ മികച്ചതാകുമ്പോൾ ഒരു നയപരമായ വെല്ലുവിളി അവശേഷിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക സഹായമെല്ലാം യഥാർത്ഥത്തിൽ മണ്ണിൽ പണിയെടുക്കുന്ന കൈകളിലേക്ക്, അതായത് സ്വന്തമായി ഭൂമിയില്ലാത്ത പാട്ടകർഷകരിലേക്കും സ്ത്രീ കർഷകരിലേക്കുമൊക്കെ എത്തുന്നുണ്ടെന്ന് എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും ഇന്ത്യയുടെ കാർഷിക ഭാവിയുടെ വിജയം. നമസ്കാരം. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്: ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ, അല്ലെങ്കിൽ കാലാവസ്ഥാധിഷ്ഠിത കൃഷി. കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നാം, അല്ലേ? പക്ഷെ സംഭവം സിമ്പിളാണ്. അപ്പോൾ എന്താണ് ഈ പുതിയ കൃഷിരീതി? ഇന്ത്യ ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്? വാ, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ആദ്യം തന്നെ പ്രശ്നം എന്താണെന്ന് നോക്കാം, പിന്നെ അതിനുള്ള പരിഹാരം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ, അങ്ങനെ മുന്നോട്ടുള്ള വഴികൾ വരെ നമ്മൾ സംസാരിക്കും. അപ്പോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്തിനാണ് നമുക്ക് ഇങ്ങനെയൊരു പുതിയ രീതിയുടെ ആവശ്യം? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കാർഷിക മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ വർഷവും കാലാവസ്ഥ മാറി മറിയാണ്. എപ്പം മഴ വരും, എപ്പോൾ വെയിൽ വരും എന്നൊന്നും ഒരു ഉറപ്പുമില്ല. വരൾച്ച, വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗങ്ങൾ, ഇതൊക്കെ നേരിട്ടൊരു കർഷകൻ എങ്ങനെ കൃഷി ചെയ്യും? അതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കർഷകന്റെ മാത്രം തലവേദനയല്ല. വിളവ് കുറയുമ്പോൾ സ്വാഭാവികമായും മാർക്കറ്റിൽ സാധനങ്ങൾക്ക് വില കൂടും. അത് നമ്മളെ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കും. അതായത് ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്, ഒരു ദേശീയ പ്രശ്നം തന്നെ. അപ്പോ ഇത്രയും വലിയൊരു വെല്ലുവിളിക്ക് എന്താണ് പരിഹാരം? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ അഥവാ CSA കടന്നുവരുന്നത്. എന്താണ് ഈ CSA എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. CSA എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വിത്തോ വളവും ഒന്നുമല്ല. അതൊരു സമീപനമാണ്, ഒരു അപ്രോച്ചാണ്. ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃഷിരീതികളെ മാറ്റിയെടുക്കുക. സിമ്പിളായി പറഞ്ഞാൽ, കുട്ടനാട്ടിൽ വെള്ളം കൂടുതലാണ്, അപ്പോ അവിടത്തെ കൃഷിരീതി വേറെയായിരിക്കും. എന്നാൽ പാലക്കാട് ചൂട് കൂടുതലാണ്, അവിടെ വേറൊരു രീതിയാവും വേണ്ടിവരിക. ഇതിനെയാണ് നമ്മൾ CSA എന്ന് പറയുന്നത്. ഈ CSAയ്ക്ക് പ്രധാനമായും 3 തൂണുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് പ്രൊഡക്ടിവിറ്റി, അതായത് ഉൽപാദനം കൂട്ടുക. രണ്ടാമത്തേത് അഡാപ്റ്റേഷൻ, എന്നുവെച്ചാൽ കാലാവസ്ഥാ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിക്കുക. മൂന്നാമത്തേത് മിറ്റിഗേഷൻ, അതായത് കൃഷിയിലൂടെ പുറന്തള്ളുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുക. ഈ 3ഉം ഒരുമിച്ചു പോണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളം കുറച്ചു മാത്രം ആവശ്യമുള്ള ഒരു നെല്ലിനം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വയ്ക്കുക. അത് വരൾച്ചയെ നേരിടാൻ സഹായിക്കും. അതാണ് അഡാപ്റ്റേഷൻ. അതേസമയം അത് നല്ല വിളവ് തന്നാൽ അതാണ് പ്രൊഡക്ടിവിറ്റി. നെൽപ്പാടങ്ങളിൽ നിന്ന് മീഥേൻ പുറന്തള്ളുന്നത് കുറയ്ക്കാൻ ഈ പുതിയ രീതി സഹായിച്ചാൽ അത് മിറ്റിഗേഷനുമായി. കണ്ടില്ലേ 3ഉം ഒരുമിച്ചു വരുന്നത്? ഓക്കെ, അപ്പൊ തിയറിയൊക്കെ നമ്മൾ കേട്ടു. ഇനി ഇത് വെറും തിയറി മാത്രമാണോ? അല്ല. ഇന്ത്യ എങ്ങനെയാണ് ഈ ആശയങ്ങൾ പ്രായോഗികമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകം തന്നെ ഗവൺമെന്റ് പല പദ്ധതികളും തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ച് അത് കർഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ കാണുന്ന സംഖ്യ കണ്ടോ? 153. ഇത് നാഷണൽ ഇന്നൊവേഷൻസ് ഓൺ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ അഥവാ NICR എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിരീതികൾ പരീക്ഷിക്കുന്ന മാതൃകാ ഗ്രാമങ്ങളുടെ എണ്ണമാണ്.
നമ്മുടെയെല്ലാം നാട്ടിലുള്ള കൃഷിവിജ്ഞാൻ കേന്ദ്രങ്ങൾ, അതായത് KVKകൾ വഴിയാണ് ഈ പുതിയ ടെക്നോളജികൾ കർഷകരിലേക്ക് എത്തുന്നത്. അടുത്തത് ഈ നമ്പർ നോക്കൂ, 623. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ കണ്ടൻജൻസി പ്ലാൻസിന്റെ എണ്ണമാണ്. അതായത് നാളെ ഒരു ഉഷ്ണതരംഗമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു വെള്ളപ്പൊക്കമോ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു. പ്രശ്നം വന്നിട്ട് ബഹളം വെക്കുന്നതിനു പകരം വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് തയ്യാറെടുക്കുക. അതാണ് ഇതിന്റെ പിന്നിലെ ആശയം. ശരിയാണ്, ഈ പദ്ധതികളൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയെ മൊത്തത്തിൽ അടിമുടി മാറ്റുക എന്നതാണ്. ഒരു വലിയ പരിവർത്തനം. അപ്പോ എന്താണ് ഈ മാറ്റം? വെറുതെ കുറച്ച് അരിയും ഗോതമ്പും ഉണ്ടാക്കുന്ന ഒരു മേഖല എന്നതിൽ നിന്ന് കൃഷിയെ മാറ്റണം. പകരം ടെക്നോളജി ഉപയോഗിച്ച് മുന്നോട്ടു പോകുന്ന, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്ന ഒരു എഞ്ചിനായി കൃഷിയെ മാറ്റുക. അതാണ് യഥാർത്ഥ ലക്ഷ്യം. ഈ മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഡൈവേഴ്സിഫിക്കേഷൻ അഥവാ വൈവിധ്യവൽക്കരണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു കർഷകൻ നെല്ല് മാത്രം കൃഷി ചെയ്യുന്നു. ആ വർഷം മഴ കിട്ടിയില്ലെങ്കിൽ അയാളുടെ വരുമാനം തീർന്നു, അല്ലേ? പക്ഷേ നെൽകൃഷിയുടെ കൂടെ കുറച്ച് പശുക്കളെയോ ആടിനെയോ അല്ലെങ്കിൽ ഒരു ചെറിയ മത്സ്യക്കുളമോ ഉണ്ടെങ്കിലോ ഒന്നിൽ നഷ്ടം വന്നാലും മറ്റൊന്നിൽ നിന്ന് വരുമാനം കിട്ടും. അതാണ് ഈ വൈവിധ്യവൽക്കരണം നൽകുന്ന സാമ്പത്തിക സുരക്ഷ. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സർവേ പോലും ഊന്നിപ്പറയുന്ന കാര്യമാണിത്. കർഷകരുടെ വരുമാനത്തിലുള്ള ഈ റിസ്ക് കുറയ്ക്കണമെങ്കിൽ കൃഷിയെ മാത്രം ആശ്രയിച്ചാൽ പോരാ. മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം പോലുള്ള അനുബന്ധ മേഖലകളെ ശക്തിപ്പെടുത്തണമെന്ന്. പക്ഷേ ഇങ്ങനൊരു വലിയ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നിലവിലുള്ള ചില നയങ്ങളിലും നിയമങ്ങളിലും വിഭവങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുമൊക്കെ ചില നിർണായകമായ മാറ്റങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണവ? അതിലൊന്നാണ് മാർക്കറ്റ്, അതുപോലെ പോളിസി റിഫോംസ്. അതായത് ഭൂപരിഷ്കരണം, കർഷകർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പുതിയ അന്താരാഷ്ട്ര മാർക്കറ്റുകൾ കണ്ടെത്തുക, പിന്നെ കാർഷിക വായ്പകൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കർഷകർക്ക് ഒരുപോലെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. അടുത്തത് റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അതായത് വെള്ളം, ഭൂമി, പണം ഒക്കെ ഏറ്റവും നന്നായി ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ജലസേചനം. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ തുള്ളി വെള്ളവും പാഴാക്കാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നും നോക്കണം. അതുപോലെ തന്നെയാണ് ഫുഡ് സബ്സിഡിയുടെ കാര്യവും. അത് ഏറ്റവും അർഹരായവരിലേക്ക് കാര്യക്ഷമമായി എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ സബ്സിഡിയുടെ കാര്യത്തിലെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. നമ്മളീ കാണുന്ന നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അതായത് NFC പ്രകാരം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന അരിയുടെയും ഗോതമ്പിന്റെയും വില 2013 ശേഷം കൂട്ടിയിട്ടേയില്ല. അതേസമയം സർക്കാരിനിത് കർഷകരിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കാനുള്ള ചെലവ് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വിലകളും തമ്മിലുള്ള അന്തരം കൂടുന്നത് കാരണം സർക്കാരിന്റെ സബ്സിഡി ഭാരം വല്ലാതെ വർദ്ധിക്കുന്നു. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ഭാവിയെ, നമ്മുടെ ഭക്ഷ്യസുരക്ഷയെയും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയെയും നിർണയിക്കുന്ന പ്രധാന ഘടകം ഈ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ആയിരിക്കുമോ? ഈ ആശയങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി നമ്മൾ നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരുപക്ഷെ വരും കാലത്തെ നമ്മുടെ നിലനിൽപ്പ് തന്നെ. നന്ദി. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്: ഇന്ത്യയിലെ ഭക്ഷ്യ സംസ്കരണ മേഖല. എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? പ്രത്യേകിച്ച് പുതിയ സാമ്പത്തിക സർവേയും കേന്ദ്ര ബജറ്റുമൊക്കെ വന്ന ഈ സാഹചര്യത്തിൽ GS3 പേപ്പറിന് ഇത് എത്രത്തോളം നിർണായകമാണെന്ന് നമുക്ക് ആഴത്തിലൊന്നു നോക്കാം. അപ്പോ ആദ്യം തന്നെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിനെ ഒരു സൺറൈസ് സെക്ടർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യയുടെ ഭാവിയുടെ ഒരു വലിയ വാഗ്ദാനമായാണ് ഇതിനെ കണക്കാക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഇതിന്റെ പങ്ക് അത്രത്തോളം വലുതാണ്. നമുക്കതിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? ഈ ഒരു കണക്ക് നോക്കൂ, 12.91%. എന്താണിത്? 2025-26 എക്കണോമിക് സർവേ പറയുന്നത് നമ്മുടെ സംഘടിത ഉൽപ്പാദന മേഖലയിലെ, അതായത് ഓർഗനൈസ്ഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ മൊത്തം തൊഴിലവസരങ്ങളിൽ 12% അധികവും വരുന്നത് ഈ ഒരൊറ്റ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ഇത് വെറുമൊരു വ്യവസായം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, നമ്മുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ എഞ്ചിൻ തന്നെയാണ്. അപ്പം നമ്മൾ ഈ കണക്ക് കണ്ടില്ലേ? ഇത്രയധികം തൊഴിൽ നൽകുന്ന ഒരു മേഖലയുടെ പ്രാധാന്യം എത്രത്തോളമായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.
നമ്മൾ വികസിത് ഭാരത് അറ്റ് 2047 കുറിച്ച് സംസാരിക്കുന്നു. അതായത് 2047ഓടെ ഒരു വികസിത ഇന്ത്യയായി മാറണം. ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിന്റെ വളർച്ച കൂടിയേ തീരൂ. അതുപോലെ തന്നെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന നമ്മുടെ മറ്റൊരു പ്രധാന ലക്ഷ്യമുണ്ടല്ലോ, അത് നേടാനും ഈ മേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി. ഇനി കുറച്ച് കണക്കുകളിലേക്ക് കടക്കാം. ഈ മേഖലയുടെ പ്രകടനം ശരിക്കും എങ്ങനെയുണ്ട്? പുതിയ എക്കണോമിക് സർവേയിലെ ഡേറ്റ വെച്ച് നമുക്കിതൊന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കൂ, ഈ ബാർ ചാർട്ട് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് കാണിക്കുന്നത് നമ്മുടെ കാർഷിക കയറ്റുമതിയിൽ പ്രോസസ്ഡ് ഭക്ഷണത്തിന്റെ പങ്ക് എങ്ങനെ കൂടുന്നു എന്നാണ്. കണ്ടില്ലേ, സാമ്പത്തിക വർഷം 2018 ഇത് വെറും 14.9%. പക്ഷേ 2025 ആയപ്പോഴേക്കും അത് 20.4% ഉയർന്നു. ഇതിന്റെ അർത്ഥമെന്താണ്? നമ്മൾ അസംസ്കൃത വസ്തുക്കൾ അതേപടി കയറ്റുമതി ചെയ്യുന്നതിൽ നിന്ന് മാറി അതിനെ സംസ്കരിച്ച് മൂല്യം കൂട്ടിയിട്ട് കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് രാജ്യത്തിന് കൂടുതൽ വിദേശ നാണ്യം നേടാൻ സഹായിക്കും, ഉറപ്പല്ലേ? അടുത്ത കണക്ക് നോക്കൂ, $49.43 ബില്യൺ. ഇത് ചെറിയൊരു തുകയല്ല. ഇതാണ് 2025 സാമ്പത്തിക വർഷത്തിലെ നമ്മുടെ മൊത്തം കാർഷിക ഭക്ഷ്യ കയറ്റുമതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സംസ്കരിച്ച ഭക്ഷണത്തിന്റെ പങ്ക് ഓരോ വർഷവും കൂടി വരികയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഈ മേഖലയിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഈ കാണുന്ന വളർച്ചയ്ക്ക് പിന്നിലെന്താണ്? വെറുതെ അങ്ങ് വളർന്നതാണോ? അല്ല. ഇതിന് പിന്നില് സർക്കാരിന്റെ കൃത്യമായ ചില നയങ്ങളും പദ്ധതികളുമുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കടന്നു ചെല്ലാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന, അല്ലെങ്കിൽ PMKSY. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നറിയാമോ? നമ്മുടെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്, വിളവെടുപ്പിനു ശേഷമുള്ള നഷ്ടം, അതായത് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ്. ഇത് കുറയ്ക്കുകയാണ് ലക്ഷ്യം. അതിനെന്തു വേണം? ഫാമിൽ നിന്ന് സാധനങ്ങൾ റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്നതുവരെ ഒരു തടസ്സവുമില്ലാത്ത ഒരു സപ്ലൈ ചെയിൻ വേണം. കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസ്സിംഗ് സെന്ററുകൾ, അങ്ങനെ ആധുനികമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ പദ്ധതി ചെയ്യുന്നത്. അപ്പോ ഈ പദ്ധതി ശരിക്കും നടക്കുന്നുണ്ടോ? തീർച്ചയായും. ഈ കണക്ക് നോക്കൂ, 1185 പ്രോജക്റ്റുകൾ 2025 നവംബർ ആയപ്പോഴേക്കും ഇത്രയും പ്രോജക്റ്റുകൾ PMKSYക്ക് കീഴിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. അതായത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പാഴായി പോകാതെ സംരക്ഷിക്കാനും വിപണിയിൽ എത്തിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് പോകാം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റിവ്സ് അഥവാ PLI സ്കീം. ഇതിന്റെ ഫോക്കസ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. PMKSY അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നതെങ്കിൽ PLI ലക്ഷ്യമിടുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനികളെ ആഗോളതലത്തിൽ മത്സരിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ്. നമ്മുടെ സ്വന്തം ബ്രാൻഡുകളെ ലോകവിപണിയിലെത്തിക്കാൻ സഹായിക്കുക, അതാണ് ലക്ഷ്യം. ഇതിന്റെ ഫലം നോക്കൂ, 9,207 കോടി രൂപ. ഇത് സർക്കാർ കൊടുത്ത പൈസയല്ല, മറിച്ച് ഈ സ്കീമിന്റെ ഭാഗമായ കമ്പനികൾ നടത്തിയ നിക്ഷേപമാണ്. അതായത് ഈ പദ്ധതി കാരണം ഇത്രയും വലിയൊരു സ്വകാര്യ നിക്ഷേപം ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു. ഇത് തീർച്ചയായും പുതിയ തൊഴിലവസരങ്ങളും ഉൽപ്പാദന വർധനവും ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ നമ്മള് വലിയ കമ്പനികളെ സഹായിക്കുന്ന PLI സ്കീം കണ്ടു. പക്ഷെ നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിന്റെ നട്ടെല്ല് ശരിക്കും ആരാണ്? അത് ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട സംരംഭങ്ങളാണ്, മൈക്രോ എന്റർപ്രൈസസ്. അവരെ സഹായിക്കാനാണ് PMFME എന്ന പദ്ധതി, അതായത് PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ്. ഇവിടെ നോക്കൂ, 1,88,580. ഇത് 2024 ഒക്ടോബർ വരെയുള്ള കണക്കാണ്. ഇത്രയും മൈക്രോ സംരംഭങ്ങൾക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ലോൺ കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും താഴെത്തട്ടിലുള്ള വളർച്ചയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ചെറിയ ചെറിയ യൂണിറ്റുകളെ ഫോർമലൈസ് ചെയ്യാനും അവർക്ക് സാമ്പത്തിക സഹായം നൽകാനും ഇത് സഹായിക്കുന്നു. അപ്പോ നമ്മൾ 3 പ്രധാനപ്പെട്ട പദ്ധതികൾ കണ്ടു: PMKSY, PLI, പിന്നെ PMFME. ഇവയെല്ലാം ചേർന്ന് ഈ മേഖലയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്? നമുക്കിതിനെ 3 പ്രധാന തീമുകളായി തിരിച്ച് വിശകലനം ചെയ്യാം. ഇത് UPSC മെയിൻസിൽ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. ഒന്നാമത്തെ തീം വാല്യൂ അഡിഷൻ, അതായത് മൂല്യവർദ്ധനവ്. എന്താണിത്? വളരെ സിമ്പിളാണ്. നമ്മൾ അസംസ്കൃത വസ്തുക്കൾ മാത്രം കയറ്റുമതി ചെയ്യാതെ അതിനെ സംസ്കരിച്ച് മൂല്യം കൂടിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. PLI സ്കീമൊക്കെ ഇതിന് വലിയൊരു പ്രോത്സാഹനമാണ് നൽകുന്നത്. അസംസ്കൃത കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉയർന്ന മൂല്യമുള്ള പ്രോസസ് ചെയ്ത ഉൽപ്പന്നങ്ങളിലേക്കുള്ള ഒരു മാറ്റം. രണ്ടാമത്തെ ഇമ്പാക്റ്റ് വേസ്റ്റ് റിഡക്ഷൻ,
അതായത് പാഴാക്കല് കുറയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് ഒരു വലിയ പ്രശ്നമാണെന്ന്. അപ്പോ PMKSY പോലെയുള്ള പദ്ധതികൾ ഒരു സംയോജിത ശൃംഖല ഉണ്ടാക്കുകയാണ്. കർഷകന്റെ ഫാമിൽ നിന്ന് തുടങ്ങി കളക്ഷൻ സെന്റർ, കോൾഡ് ചെയിൻ വഴി പ്രോസസ്സിംഗ് യൂണിറ്റിലെത്തി അവസാനം റീറ്റെയിൽ ഷോപ്പിലെത്തുന്നതുവരെ ഒരു തടസ്സവുമില്ലാത്ത ഒരു സിസ്റ്റം. ഇതിനെയാണ് നമ്മൾ ഫാം ടു ഫോർക്ക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ഇൻക്ലൂസിവിറ്റി, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. ഈ വളർച്ചയുടെ ഗുണങ്ങള് കുറച്ചു വലിയ കമ്പനികൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ? പോരാ, ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടണം. PMFME പോലുള്ള പദ്ധതികൾ അതാണ് ചെയ്യുന്നത്. ചെറുകിട സംരംഭങ്ങളെ, സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളെ, ചെറുകിട നാമമാത്ര കർഷകരെയൊക്കെ ഈ വളർച്ചയുടെ ഭാഗമാക്കുകയാണ് ഈ പദ്ധതി. ഓക്കെ, ഇത്രയും നേട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു നല്ല വിശകലനമെന്ന് പറഞ്ഞാൽ അതിൽ വെല്ലുവിളികളെക്കുറിച്ചും പറയണം, അല്ലേ? ഈ മേഖല ഇപ്പോഴും ചില ഘടനാപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ബോട്ടിൽ നെക്സ് നേരിടുന്നുണ്ട്. എന്തൊക്കെയാണവ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോ എന്തൊക്കെയാണ് ഈ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിന്റെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുന്ന പ്രധാന പ്രശ്നങ്ങൾ? എക്കണോമിക് സർവേയുടെ വിശകലനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഒന്നാമതായി സപ്ലൈ ചെയിനിലെ പ്രശ്നങ്ങൾ. പലപ്പോഴും നമ്മുടെ വിതരണ ശൃംഖലകൾ അത്ര കാര്യക്ഷമമല്ലാത്തതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് എത്താതെ പോകുന്നു. പിന്നെ ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് മൈക്രോ ലെവലില് നമ്മളിപ്പോഴും പിന്നിലാണ്. കോൾഡ് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇപ്പോഴും വിടവുകളുണ്ട്. അതുപോലെ താഴെത്തട്ടിലുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും പലപ്പോഴും വളരെ സങ്കീർണമാണ്. ഇതിനെല്ലാം പുറമെ ഈ മേഖലയ്ക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവും ഒരു വലിയ പ്രശ്നമാണ്. ശരി, അപ്പോൾ നമ്മൾ ഈ വിഷയത്തിന്റെ പല വശങ്ങളും ചർച്ച ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UPSC മെയിൻസിലെ GS പേപ്പർ 3-ല് ഇതിനെക്കുറിച്ചൊരു ചോദ്യം വന്നാൽ എങ്ങനെ നല്ലൊരു ഉത്തരം എഴുതാം? അതിനൊരു സ്ട്രക്ചർ വേണം, അല്ലേ? നമുക്കത് നോക്കാം. ഒരു സമഗ്രമായ ഉത്തരം എഴുതാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം തന്നെ ഈ മേഖലയുടെ തന്ത്രപരമായ പ്രാധാന്യം എടുത്തു പറയുക. നമ്മൾ നേരത്തെ കണ്ട തൊഴിലിന്റെയും കയറ്റുമതിയുടെയും കണക്കുകൾ അവിടെ ഉപയോഗിക്കാം. അതിനുശേഷം സർക്കാരിന്റെ 3 പ്രധാന പദ്ധതികളെക്കുറിച്ച് വിശകലനം ചെയ്യുക: PMKSY, PLI, PMFME. ഓരോ പദ്ധതിയും എങ്ങനെയാണ് വേസ്റ്റ് കുറയ്ക്കുന്നത്, വാല്യൂ കൂട്ടുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് എന്നതിനോട് ബന്ധിപ്പിക്കണം. പിന്നെ നമ്മൾ ചർച്ച ചെയ്ത ഘടനാപരമായ തടസ്സങ്ങളെക്കുറിച്ച് പറയുക. അവസാനം ഒരു നല്ല ഉപസംഹാരം വേണം. വികസിത് ഭാരത് എന്ന ലക്ഷ്യം നേടാൻ ടെക്നോളജി, മികച്ച സപ്ലൈ ചെയിൻ, ലളിതമായ നിയമങ്ങൾ എന്നിവ എത്രത്തോളം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുത്തരം അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു ചിന്ത തന്നുവിടുകയാണ്. ഇന്ത്യയുടെ വലിയൊരു ലക്ഷ്യമാണ് $1 ട്രില്യൺ നിർമ്മാണ കയറ്റുമതി. ആ ഒരു വലിയ യാത്രയിൽ നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ ഭക്ഷ്യസംസ്കരണ മേഖലയ്ക്ക് എത്രത്തോളം നിർണായകമായൊരു പങ്ക് വഹിക്കാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ കാർഷിക നയത്തിൽ വന്നിട്ടുള്ള വളരെ നിർണായകമായൊരു മാറ്റത്തെക്കുറിച്ചാണ്. വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഉൽപ്പാദനം കൂട്ടുന്നതിനെ പറ്റിയല്ലേ? എന്നാൽ ഇപ്പോൾ ഫോക്കസ് മുഴുവൻ കർഷകരുടെ വരുമാനം എങ്ങനെ ഇരട്ടിയാക്കാം എന്നതിലാണ്. ഒരു UPSC പരീക്ഷാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈയൊരു പോളിസി ഷിഫ്റ്റ്, അതായത് ഈ നയപരമായ മാറ്റം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ പുതിയ കാഴ്ചപ്പാടിന് പിന്നിലെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ തന്ത്രങ്ങൾ എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നത് 5 ഭാഗങ്ങളായിട്ടാണ്. ആദ്യം തന്നെ എന്തിനാണ് ഉൽപ്പാദനത്തിൽ നിന്നും വരുമാനത്തിലേക്ക് ഈ ഫോക്കസ് മാറിയതെന്ന് നോക്കും. പിന്നെ ഈ മാറ്റം നടപ്പിലാക്കുന്ന പ്രധാന സ്ഥാപനങ്ങളെ പരിചയപ്പെടാം. അതിനുശേഷം ഈ ലക്ഷ്യം നേടാനുള്ള സർക്കാരിന്റെ ആ 7 തൂണുകളുള്ള തന്ത്രം എന്താണെന്ന് കാണാം. ഇവയൊക്കെ എങ്ങനെയാണ് പ്രായോഗികമായി ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം മുന്നോട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ തന്ത്രപരമായ മാറ്റം എന്ന് പറയുന്നത്? സിമ്പിളായി പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി നമ്മുടെ പ്രധാന ലക്ഷ്യം കൂടുതൽ വിളവ്, കൂടുതൽ ഉൽപ്പാദനം എന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ശ്രദ്ധ മാറിയിരിക്കുന്നു. ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് കർഷകരുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കാണ്. പണ്ടെങ്ങനെയായിരുന്നു? നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഉൽപ്പാദനം കൂട്ടുന്നതിലായിരുന്നു. എത്ര ടൺ വിളവ് കിട്ടി, അതായിരുന്നു കണക്ക്. പക്ഷേ പുതിയ സമീപനം നേരെ തിരിച്ചാണ്. അതിൽ പ്രധാനം കർഷകന്റെ വരുമാനമാണ്. കാരണം ഒന്നാലോചിച്ചു നോക്കൂ, ഉൽപ്പാദനം റെക്കോർഡ് ലെവലിലെത്തിയിട്ടും കർഷകന്റെ കയ്യിൽ പണമില്ലെങ്കിൽ ആ വളർച്ച കൊണ്ട് എന്ത് കാര്യം, അല്ലേ? അപ്പോ ആ ഒരു അസന്തുലിതാവസ്ഥ പരിഹരിക്കാനാണ് ഈ പുതിയ നയം ശ്രമിക്കുന്നത്.
അപ്പോൾ ഒരു നയം വെറുതെ പ്രഖ്യാപിച്ചാൽ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ വേണം, അല്ലേ? ഈ വലിയ മാറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, അതായത് കീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവയെ നമുക്ക് ഈ പുതിയ നയത്തിന്റെ എഞ്ചിൻ എന്ന് തന്നെ പറയാം. ആദ്യത്തേതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി, അല്ലെങ്കിൽ IIFPT. തഞ്ചാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ആദ്യം നെല്ല് സംസ്കരണ ഗവേഷണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതിന്റെ പ്രവർത്തനം ചെറുധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ അങ്ങനെ പലതിലേക്കും വ്യാപിപ്പിച്ചു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ദേശീയ തലത്തിലുള്ള ഗവേഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. വിളസംസ്കരണ രംഗത്ത് ഇവരുടെ പങ്ക് വളരെ വലുതാണ്. അടുത്തത് നാഷണൽ മീറ്റ് ആൻഡ് പോൾട്രി പ്രോസസിംഗ് ബോർഡ്, ചുരുക്കത്തിൽ NMPPB. 2009-ലാണിത് സ്ഥാപിച്ചത്. ഇതിന്റെ പ്രധാന ജോലി മാംസം, കോഴി സംസ്കരണ മേഖലയെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്നതാണ്. ഉത്പാദകർക്കും കയറ്റുമതിക്കാർക്കുമൊക്കെ ഒരു സിംഗിൾ വിൻഡോ സർവീസ് പോലെ പ്രവർത്തിച്ച് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയൊരു സപ്പോർട്ട് നൽകുന്നു. ഇനി നമുക്ക് പൂനെയിലേക്ക് പോകാം. അവിടെയാണ് ഇന്ത്യൻ ഗ്രേപ്പ് പ്രോസസിംഗ് ബോർഡ്, അതായത് IGPB സ്ഥിതി ചെയ്യുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇന്ത്യൻ വൈൻ വ്യവസായത്തിന്റെ വളർച്ചയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. റിസർച്ച്, ക്വാളിറ്റി മെച്ചപ്പെടുത്തൽ, ഗ്ലോബൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ കൂടാതെ വൈൻനെറ്റ് എന്ന ഇവരുടെ ട്രേസബിലിറ്റി പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഒരു പ്രോഡക്റ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെയൊക്കെ പ്രോസസ് ചെയ്തു എന്നൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്ത് അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നൊരു സിസ്റ്റം. അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ NIFTM. ഹരിയാനയിലെ കുണ്ടലിയിലുള്ള ഇതൊരു ഇന്റർനാഷണൽ സെന്റർ ഓഫ് എക്സലൻസ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫുഡ് ടെക്നോളജിയോടൊപ്പം തന്നെ മാനേജ്മെന്റും സംരംഭകത്വവും ഒരുമിച്ച് പഠിപ്പിക്കുന്നു. ഇത് ഈ മേഖലയിലേക്ക് പുതിയ പുതിയ സംരംഭകരെ കൊണ്ടുവരാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ ലിസ്റ്റിലെ അവസാനത്തേത് നാഷണൽ മിഷൻ ഓൺ ഫുഡ് പ്രോസസിംഗ്, അതായത് NMFP. 2012-ൽ തുടങ്ങിയ ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഡീസെൻട്രലൈസ്ഡ് അഥവാ വികേന്ദ്രീകൃത സമീപനമാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ സംസ്ഥാന, ജില്ലാ തലങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതിന്റെ ഗുണമെന്താ? പ്രാദേശികമായ ആവശ്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ നടപ്പിലാക്കാം, അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുന്നു. ശരി, അപ്പോൾ ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാനുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി അവർ പിന്തുടരുന്ന ആക്ഷൻ പ്ലാൻ, അതായത് പ്രവർത്തന പദ്ധതി എന്താണെന്ന് നോക്കാം. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പാണ് സർക്കാർ മുന്നോട്ടുവെക്കുന്ന ഈ 7 പില്ലർ സ്ട്രാറ്റജി. ഈ 7 തൂണുകളെന്ന് പറയുന്നത് കൃഷിയുടെ എല്ലാ വശങ്ങളെയും കവർ ചെയ്യുന്ന ഒന്നാണ്. നോക്കൂ, നല്ല രീതിയിൽ ജലസേചനം, ഇറിഗേഷൻ ഉറപ്പാക്കുന്നത് മുതൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കാൻ കോൾഡ് ചെയിൻസ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതുവരെ ഇതിൽ വരുന്നുണ്ട്. വിളകൾക്ക് കൂടുതൽ വില കിട്ടാൻ ഫുഡ് പ്രോസസ്സിംഗ് പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കാൻ ഈ പ്ലാറ്റ്ഫോംസ് വഴി ഒരു ദേശീയ വിപണി ഉണ്ടാക്കുന്നു. കാലാവസ്ഥാ മാറ്റം പോലുള്ള റിസ്കുകൾ കുറയ്ക്കാൻ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. അതോടൊപ്പം കൃഷിക്ക് പുറമേ വരുമാനം കിട്ടാൻ തേനീച്ച വളർത്തൽ, കോഴി വളർത്തൽ പോലുള്ള ആൻസിലറി ആക്ടിവിറ്റീസും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ 2 കാര്യങ്ങളുണ്ട്. 1 സ്ഥാപനങ്ങൾ, 2 ഈ 7 തൂണുകളുള്ള തന്ത്രം. ഇനി ഇവ രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. കാരണം ഇത് രണ്ടും 2 വഴിക്കല്ല പോകുന്നത്. ഓരോ തന്ത്രവും നടപ്പിലാക്കാൻ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഓരോ സ്ഥാപനത്തിനും നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 4ാമത്തെ തൂണായ വാല്യൂ അഡീഷൻ, അതായത് മൂല്യവർദ്ധനവ്. ഈ ലക്ഷ്യം നടപ്പിലാക്കാൻ സഹായിക്കുന്നത് നിഫ്റ്റം, IIFPT പോലുള്ള സ്ഥാപനങ്ങളാണ്. അതുപോലെ 7ാമത്തെ തൂണായ ഡൈവേഴ്സിഫിക്കേഷനിൽ കോഴിവളർത്തലിന്റെ കാര്യത്തിൽ NMPPയും മുന്തിരി കൃഷിയുടെ കാര്യത്തിൽ IGPBയും മുൻകൈയെടുക്കുന്നു. ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന 3ാമത്തെ തൂണ് ശക്തിപ്പെടുത്തുന്നത് NMFPയുടെ വികേന്ദ്രീകൃത പദ്ധതികളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് വെറുതെ കുറച്ച് സ്ഥാപനങ്ങളും തന്ത്രങ്ങളും പ്രഖ്യാപിക്കുകയല്ല, മറിച്ച് കൃത്യമായി ഏകോപിപ്പിച്ച ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഈ ഒരു തന്ത്രത്തിന്റെയെല്ലാം അടിസ്ഥാന ആശയം എന്താണെന്ന് ഈ ഒരു വാചകത്തിൽ വ്യക്തമാണ്. ആദായകരമായ കൃഷി കർഷകരെ സമ്പന്നമാക്കുക മാത്രമല്ല, കൂടുതൽ ഉൽപ്പാദനത്തിനുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനം കൂടിയാണ്. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. കർഷകന് തന്റെ അധ്വാനത്തിന് നല്ല വരുമാനം കിട്ടിയാൽ അയാൾ സ്വാഭാവികമായും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാകും. അതായത് ഉൽപ്പാദനവും വരുമാനവും 2ആയി കാണേണ്ടതില്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്ന തിരിച്ചറിവാണ് ഈ നയത്തിന്റെയെല്ലാം കാതൽ. അപ്പോൾ ശരി, ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ നല്ലൊരു പദ്ധതിയായി തോന്നുന്നില്ലേ?
വ്യക്തമായ സ്ഥാപനങ്ങളുണ്ട്, ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിയുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതൊരു സർക്കാർ നയത്തിന്റെയും യഥാർത്ഥ പരീക്ഷണം അതിന്റെ ഇംപ്ലിമെന്റേഷനിലാണ്, അതായത് അതെങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിലാണ്. അപ്പോ ഇനി മുന്നോട്ടുള്ള യാത്രയിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഇത്രയും ശക്തമായൊരു ചട്ടക്കൂട് നിലവിലുണ്ടായിട്ടും ഈ നയങ്ങളെല്ലാം കടലാസിൽ നിന്ന് പാടത്തേക്കെത്തിച്ച് ഇന്ത്യയിലെ സാധാരണ കർഷകന്റെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നതിൽ നമ്മൾ നേരിടുന്ന യഥാർത്ഥ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അത് ഫണ്ടിന്റെ കുറവാണോ, സംസ്ഥാനങ്ങളുമായുള്ള ഏകോപനമില്ലായ്മയാണോ, അതോ വിപണിയിലെ പ്രശ്നങ്ങളാണോ? ഒരു സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഈ തടസ്സങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കുക എന്നതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.